ഇന്നൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസാണ്. ഇപ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരു പിടി മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ മാറ്റി വെച്ച ഒരു പിടി ചിക്കനായിട്ടാണ് ഇന്നത്തെ ഫ്രൈഡ് റൈസ്. അപ്പോൾ ബട്ടർ ഇട്ടതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയും കൂടി വെച്ച് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് സോഫ്റ്റായിട്ട് ചിക്കൻ കുക്കാവും. പിന്നെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത പോലെ ആക്കുക. കുറച്ചുകൂടി ബട്ടർ വെച്ചിട്ട് ഞാൻ ഒരു 3 കോഴിമുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒരു ചട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് വെക്കുക. ഇതിലും കോഴിമുട്ടയിലും ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള കുറച്ച് വെജീസ് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ക്യാരറ്റും. ഇത് രണ്ടും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, അപ്പോൾ അത് മാത്രം എടുത്തു. കൂടുതൽ ആഡംബരമാക്കിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, പകരം ഞാൻ ചിക്കൻ ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതാവുമ്പോൾ ചിക്കൻ ഫ്ലേവർ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ സോസസും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പുളി വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഞാൻ മുന്നേ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്, അതായത് അതിൻ്റെ ഫുൾ വേവ് ആക്കിയിട്ടുണ്ട്. ഇത്രയും വേവേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് വേവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഒരു 80% ഒക്കെ നമ്മൾ മുന്നേ വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്തും ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇളക്കലും മൂടി വെക്കലൊക്കെ ആയിട്ട് അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് വെന്തോളും. പക്ഷേ ഇപ്പം ഞാനത് ഫുള്ളായിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മീതെ അതൊന്ന് മിക്സ് ചെയ്ത് ഈ വെജീസായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിന് മീതെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ എഗ്ഗും ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കൂ.